ഹായ് ഫ്രണ്ട്സ്, ഇബ കളക്ഷൻ്റെ ഇന്നത്തെ വീഡിയോ എപ്പീസിയ എന്ന് പറയുന്ന ചെടിയെ പറ്റിയാണ്. ഇതിന് ഫ്ലെയിം വയലറ്റ് എന്നൊരു പേരും കൂടിയുണ്ട്. ഈ വീഡിയോ ഈ ചെടിയുടെ കെയറിങ്ങിനെ പറ്റിയും പ്രൊപ്പഗേഷനെ പറ്റിയൊക്കെയാണ്. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഇപ്പം മാർക്കറ്റിൽ 10-200 വെറൈറ്റി ചെടികളുണ്ട്, കിട്ടുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ 2-3 ചെടികളേ ഉള്ളൂ. നമുക്ക് എൻ്റെ ആ ചെടികൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു കുഞ്ഞു ചെടിയാണ്. അത് വളർന്നു വരുന്നതേ ഉള്ളൂ. നല്ല വ്യത്യസ്തമായ കളറുള്ള ഒരു ചെടിയാണ്. യഥാർത്ഥത്തിൽ എപ്പീസിയ ചെടി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, അതുപോലെ തന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റുമാണ്. ഈ ചെടികളുടെ ഇലയുടെ നിറവും പൂക്കളുടെ നിറവും ഒക്കെയാണ് അവയെ വ്യത്യസ്തമാക്കുന്നത്. ഒരേ നിറമുള്ള ഇലകളുണ്ടായാലും അതിനകത്ത് പിടിക്കുന്ന പൂക്കൾ ചിലപ്പോൾ വ്യത്യസ്തമായ കളറായിരിക്കും. ഇതൊക്കെയാണ് ഈ ചെടിയെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെടി ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി ചേർന്ന ഒരു കളറുള്ള ചെടിയാണ്. ഇതിൻ്റെ ഫ്ലവർ നല്ല റെഡ് കളറാണ്. ഈ ഫ്ലവർ പിങ്ക്, ലൈറ്റ് പിങ്ക് കളറുണ്ട്, യെല്ലോ കളറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കളേഴ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ വെറൈറ്റികളെ തരംതിരിക്കുന്നത്. അത് തന്നെ അവയുടെ പ്രൈസും കൂടുതലാണ്. നമ്മൾക്ക് യെല്ലോ കളറിലെ ഫ്ലവറുള്ള ആ ചെടികൾക്കൊക്കെ പ്രൈസ് വളരെ കൂടുതലാണ്. ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ അവയൊക്കെ. ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഞാനിപ്പോൾ ഈ ചെടി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ സിറ്റൗട്ടിൻ്റെ ഒരു കോർണറിലാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. ഈ ഒരു സൈഡിൽ മാത്രമേ ലൈറ്റ് ഒരു സൈഡിൽ കിട്ടുന്നതുകൊണ്ട് ഒരു സൈഡിൽ മാത്രമേ ഇത് ഹാങ് ചെയ്ത് വളർന്നിട്ടുള്ളൂ. ഈ ചെടി നമ്മൾ മണ്ണിൽ നട്ടാൽ, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലല്ലാതെ നട്ടാൽ, തറയിൽ നട്ടാൽ ഇതിൻ്റെ കുഞ്ഞു തൈകൾ ഇങ്ങനെ ചില ചെറിയ വള്ളികൾ പോലെയുള്ള ഭാഗങ്ങളുണ്ടായി അതിങ്ങനെ പടർന്ന് പിടിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊരു കുഞ്ഞു തൈയാകാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞു തൈകൾക്ക് റണ്ണേഴ്സ് എന്ന് പറയുന്നത്. അത് ഓടിപ്പോയി വളരുന്നത് കൊണ്ടാണ് അവയെ റണ്ണേഴ്സ് എന്ന് പറയുന്നത്. റണ്ണേഴ്സ് എന്നാണ് ഇവരുടെ പേര്. ഹാങ്ങിങ് ബാസ്ക്കറ്റിലേക്ക് ബെസ്റ്റ് ചോയ്സാണ് ഈ പ്ലാന്റ്. പെട്ടെന്ന് വളരും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയുമാണ്. ഏകദേശം ഒരു വർഷം, ഒരു 1.5 വർഷം, മാക്സിമം ഒരു 1.5 വർഷം മാത്രമേ ഒരു ചെടി ഭംഗിയായിട്ട് അതിൻ്റെ ചെടിച്ചട്ടിയിൽ നിൽക്കുകയുള്ളൂ. അതിനുശേഷം ഇതിനെ വീണ്ടും റീപോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഭംഗി നശിച്ച് ഇലകൾ കരിഞ്ഞ് ചെറിയ തൈകൾ മാത്രമായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇത്രയും നല്ല ബുഷായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ വർഷം തോറും പോട്ട് മാറ്റി പുതിയ പോട്ടിലേക്ക് മാറ്റി വെക്കണം. എന്നാലേ ഇത് എപ്പോഴും ഫ്രഷായിട്ടിരിക്കത്തുള്ളൂ. ഇതിൻ്റെ ഇല കണ്ടാൽ നമ്മുടെ മിൻറ്റ് പ്ലാന്റ് ഇല്ലേ, മിൻറ്റ്, അതുപോലെ തന്നെ ക്രീപ്പിംഗ് ചാർലി, ആ ചെടികളുടെയൊക്കെ ഇലയോട് സാദൃശ്യമുള്ള ഇലകളാണ് ഇതിനുള്ളത്. സ്ട്രക്ചർ പക്ഷേ കളറിന് വ്യത്യാസമുണ്ട്. ഓരോ കളറും വ്യത്യസ്തമാണ്. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. ഒരിക്കലും ഈ ചെടി
കടുത്ത വെയിലത്ത് വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞ് ഉണങ്ങിപ്പോകും. ഇതിൻ്റെ പോട്ടി മിക്സ് എപ്പോഴും നമ്മൾ എടുക്കുന്നത്, ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടി മിക്സാണ്. ഞങ്ങളിപ്പോൾ സാധാരണ ചിലപ്പോഴൊക്കെ ചെയ്യുന്നത് നല്ല ചരലിപ്പം നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ മഴവെള്ളം വീഴുന്ന, ഷെയ്ഡിൽ നിന്ന് മഴവെള്ളം വീഴുന്ന, മുറ്റത്തേക്ക് വീഴുന്ന സ്ഥലത്ത് അഴുക്കെല്ലാം പോയിട്ട് നല്ല മണൽ പോലത്തെ മണ്ണ് കിട്ടാറുണ്ട്, ഗാർഡൻ സോയിൽ തന്നെ. അതും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, എങ്കിലും പോലും വെള്ളം നല്ലതുപോലെ ആവശ്യമുള്ള ചെടിയുമാണ്. വെള്ളം വാർന്നു പോകണം എന്നുള്ളതേ ഉള്ളൂ. വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇത് വെള്ളം കെട്ടി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ചെടി തന്നെയാണ്. നമ്മൾ ഈ തണ്ടിനകത്തൊക്കെ വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഈ ചെടിയുടെ പ്രൊപ്പഗേഷനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ഈ പ്രൊപ്പഗേഷൻ ഇതിൻ്റെ റണ്ണേഴ്സ് ഉപയോഗിച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഈ ചെടിയിൽ നിന്ന് തൂങ്ങി വളരുന്ന ഒരു തണ്ടും അതിൻ്റെ തുമ്പത്ത് കിളിച്ചിരിക്കുന്ന കുഞ്ഞു ചെടിയുമാണ്. ഇവിടെ നിന്ന് വേര് വരും. ഈ വേര് വരുന്ന ഭാഗം, ഈ ചെടി ഇങ്ങനെ മണ്ണിൽ നട്ടാൽ ഈ ഭാഗത്തുനിന്ന് വേര് വരികയും പുതിയ ചെടി ഉണ്ടാകുകയും ചെയ്യും. വീണ്ടും ഒരു കുഞ്ഞ് റണ്ണർ ഉണ്ടാകുന്നുണ്ട്. ഒരു കുഞ്ഞ് തൈയാണ് ഇതുണ്ടാകുന്നത്. ഇതിങ്ങനെ നീണ്ട് വളർന്നാണ് ഇത് ഹാങ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഹാങ്ങിങ് പോട്ടിലിടുമ്പോൾ അത് ഹാങ് ചെയ്ത് പോകുന്നത്. ഈ ചെടി ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞില്ലേ. എൻ്റെ ഈ ചെടിയിൽ നിറയെ ഫ്ലവേഴ്സ് ഇല്ലേ. ഇങ്ങനെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടി നമുക്കൊരു ചെറിയ സൂത്രമുണ്ട്. എല്ലാ ചെടികളിലും ഇങ്ങനെ ഫ്ലവർ വരണമെന്നില്ല. ഫ്ലവർ ഉണ്ടാകും, അങ്ങനെ ഇനിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ വരുന്നതിന് വേണ്ടി ഈ റണ്ണേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ഈ കുഞ്ഞു തൈകൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ധാരാളം കുഞ്ഞു തൈകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ആവശ്യത്തിൽ കൂടുതൽ ഈ കാണുന്ന ഈ ചെടികൾ ഇതുപോലെ അങ്ങ് നുള്ളിക്കളയുക. ഇത് വേറൊരു ചെടിയായിട്ട് നമുക്ക് വളർത്തുകയും ചെയ്യാം. ഈ ആവശ്യത്തിൽ കൂടുതലുള്ള ഈ കുഞ്ഞ് തൈകളെല്ലാം നുള്ളിക്കളഞ്ഞാൽ പെട്ടെന്ന് ഇതിനുള്ളിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഈ ചെടിയൊരു നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടും വളർത്താം. ഇപ്പിയസിയ ചെടിയെ പറ്റിയുള്ള ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് വീട്ടിൽ വളർത്താൻ പറ്റുന്ന, എളുപ്പം വളർത്താൻ പറ്റുന്ന ചെടിയാണ്. കഴിയുന്നത് എല്ലാവരും ഇതിൻ്റെ ഒരു കുഞ്ഞ്, ഏതെങ്കിലും എണ്ണത്തിൻ്റെയെങ്കിലും ഒരു കുഞ്ഞു തൈ വാങ്ങിച്ച് വീട്ടിൽ വെക്കാൻ ശ്രമിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.